നമസ്കാരം. ഇനി മുതൽ ചതിയിലൂടെയോ പ്രലോഭനത്തിലൂടെയോ ആരെയും മതം മാറ്റാൻ കഴിയില്ല. ഹൈന്ദവ പെൺകുട്ടികളെ ലക്ഷ്യം വെച്ച് നടത്തുന്ന ആസൂത്രിത മതപരിവർത്തനങ്ങൾക്കും ലവ് ജിഹാദിനും അന്ത്യം കുറിക്കാൻ ലക്ഷ്യമിട്ടുള്ള അതിശക്തമായ മതസ്വാതന്ത്ര്യ നിയമം 2026 മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ്. വെറുമൊരു നിയമം എന്നതിലുപരി വരും തലമുറയുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു രക്ഷാകവചമാണ് ഈ നിയമം. BJP ഉയർത്തിപ്പിടിക്കുന്ന ശക്തമായ നിലപാടുകളുടെ ഭാഗമായാണ് ഇത്തരമൊരു നിയമനിർമ്മാണം മഹാരാഷ്ട്രയിൽ യാഥാർത്ഥ്യമാകുന്നത്. ഈ പുതിയ നിയമപ്രകാരം ഒരാളെ നിർബന്ധിച്ചോ ഭീഷണിപ്പെടുത്തിയോ വഞ്ചിച്ചോ മതം മാറ്റാൻ ശ്രമിക്കുന്നത് അതീവ ഗുരുതരമായ കുറ്റകൃത്യമായി മാറും. പ്രത്യേകിച്ച് വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടികളെ വലയിലാക്കി പിന്നീട് മതം മാറ്റുന്ന രീതികൾക്ക് ഈ നിയമം വരുന്നതോടെ പൂർണ്ണമായും അന്ത്യമാകും. കുറ്റക്കാർക്ക് 7 വർഷം വരെ കഠിന തടവും 5 ലക്ഷം രൂപ വരെ പിഴയും ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇതൊരു ജാമ്യമില്ലാ കുറ്റമായിരിക്കും എന്നതാണ്. അതായത് ഒരിക്കൽ പിടിയിലായാൽ അത്ര പെട്ടെന്നൊന്നും നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണ് ഈ കരട് ബില്ല് തയ്യാറാക്കിയിരിക്കുന്നത്. ആരെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം മതം മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും അത് നടപ്പിലാക്കുന്നതിന് 60 ദിവസം മുൻപ് ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടത്തെയോ യോഗ്യരായ അധികാരികളെയോ രേഖാമൂലം അറിയിച്ചിരിക്കണം. ഇത് മതം മാറ്റം യഥാർത്ഥത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരമാണോ അതോ ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങിയാണോ എന്ന് പരിശോധിക്കാൻ സർക്കാരിനെ സഹായിക്കും. മതം മാറ്റം നടന്നു കഴിഞ്ഞാൽ 25 ദിവസത്തിനുള്ളിൽ അത് നിർബന്ധമായും രജിസ്റ്റർ ചെയ്തിരിക്കണം. കൃത്യസമയത്ത് രജിസ്റ്റർ ചെയ്യാത്ത പക്ഷം ആ മതപരിവർത്തനം നിയമപരമായി അസാധുവാകും. ഇത്തരം ചട്ടങ്ങൾ കൊണ്ടുവരുന്നതിലൂടെ രഹസ്യമായി നടത്തുന്ന സിൻഡിക്കേറ്റ് രീതിയിലുള്ള മതപരിവർത്തനങ്ങളെ തടയാൻ സാധിക്കുമെന്ന് മന്ത്രി നിതീഷ് റാണെ വ്യക്തമാക്കി. കൂടാതെ ഇത് ഏതെങ്കിലും വ്യക്തികൾ മാത്രമല്ല, ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന സംഘടനകളും ഇനി നിയമത്തിന്റെ നിരീക്ഷണത്തിലായിരിക്കും. നിർബന്ധിത മതപരിവർത്തനത്തിന് പിന്നിൽ ഏതെങ്കിലും സംഘടനകൾ പ്രവർത്തിക്കുന്നതായി തെളിഞ്ഞാൽ ആ സംഘടനകളെ നിരോധിക്കാനും ശിക്ഷിക്കാനും സർക്കാരിന് പൂർണ്ണ അധികാരമുണ്ടാകും. പെൺകുട്ടികളുടെ കുടുംബാംഗങ്ങൾക്ക് പരാതി നൽകാൻ കൂടുതൽ അധികാരം നൽകുന്നതാണ് ഈ നിയമം. ഒരു കുടുംബത്തിലെ ആരെങ്കിലും നിർബന്ധപൂർവ്വം മതം മാറ്റപ്പെട്ടാൽ ആർക്കും പോലീസിൽ പരാതിപ്പെടാം. പോലീസ് ഉടൻ നടപടി സ്വീകരിക്കുകയും വേണം. ഉത്തർപ്രദേശിലും ഗുജറാത്തിലും നിലവിലുള്ള സമാനമായ നിയമങ്ങൾ പഠിച്ചും സുപ്രീം കോടതിയുടെ മുൻകാല നിർദ്ദേശങ്ങൾ പരിഗണിച്ചുമാണ് മഹാരാഷ്ട്ര ഈ കരുത്തുറ്റ നിയമം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നിലവിലെ ബജറ്റ് സമ്മേളനത്തിൽ തന്നെ ഈ ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കും. നിയമസഭയും ഗവർണറും അംഗീകാരം നൽകുന്നതോടെ ഇത് മഹാരാഷ്ട്രയുടെ ഔദ്യോഗിക നിയമമായി മാറും. ഹൈന്ദവ പെൺകുട്ടികളെ ചതിയിൽ നിന്ന് സംരക്ഷിക്കാനും വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് വിവാഹം കഴിച്ച് മതം മാറ്റുന്നത് തടയാനും ഈ നിയമം വലിയൊരു പങ്ക് വഹിക്കുമെന്നത് ഉറപ്പാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനപ്പുറം സമൂഹത്തിന്റെ ധാർമ്മികമായ സുരക്ഷയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മഹാരാഷ്ട്രയുടെ ഈ ധീരമായ തീരുമാനം ഇന്ത്യയിലെമ്പാടും വലിയ ചർച്ചകൾക്ക് വഴി തുറക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.